നമസ്തേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു സ്പിരിച്വൽ ഗൈഡ് ലൈൻസ് കിട്ടേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരൊരു ചെറിയ കുട്ടിയെ ആയിരിക്കുന്ന സമയത്ത് 3 മാസമുള്ളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളോട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴാണ് ഒരു ആത്മീയപരമായ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡ് ലൈൻസ് നമുക്ക് ആവശ്യം? അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും പറയും ഇതി കർത്തവ്യതാ മൂഢനായി നിൽക്കുക. നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരും. നമുക്കല്ലെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. നമ്മൾ നോക്കിയിട്ട് വഴി കാണാൻ പറ്റാത്ത അന്ധനായി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്കൊരു സ്പിരിച്വൽ ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. ഭൗതികമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരിക, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരിക, പലതരം ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കേണ്ടി വരിക, ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരിക. ഈ സമയങ്ങളിലൊക്കെ തന്നെ നമുക്കൊരു ആത്മീയ ഗുരുവിനെ ആവശ്യമാണ്. എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ ഒരു ആത്മീയ ഗുരുവിനെ ആവശ്യമാണ്. അതിലുപരിയായിട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ആത്മീയ ഗുരുവിന് 100% സാധിക്കും. ഒരു നല്ല ഗുരുവിന് 100% സാധിക്കും. അപ്പോൾ നമുക്ക് ആ തരത്തിലുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഗുരുവിനെ കണ്ടെത്താം. നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനോട് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു ഗുരുവിനെ കണ്ടെത്താം. ഒത്തിരി അതിന് നമുക്ക് പ്രായം ഒന്നും അതിനൊരു പ്രശ്നമല്ല. എപ്പോൾ നമുക്കത് ആവശ്യമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ സമീപിക്കണം. എന്തായാലും ഒരു ഗുരു ഉള്ളത് എപ്പോഴും നല്ലതാണ്. ആ ഗുരുവിൽ നിന്ന് നമുക്ക് ആത്മീയമായ ഒരു ഉപദേശം കിട്ടേണ്ടത്, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് അത്തരമൊരു ഉപദേശം വേണമെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പെട്ട് ഉഴലുമ്പോഴാണല്ലോ. അപ്പോൾ ഒരു സംശയം ചോദിക്കേണ്ടവർ ഒരാളൊരു ജ്യോത്സ്യനെ കാണാൻ പോകണോ, അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ അവിടുത്തെ ആചാര്യനോട് ചെന്ന് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നു എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ സ്വയമേധ നേരിടാൻ സാധിക്കാതെ വരുന്ന സമയം. അത് ചെറിയ കുട്ടികൾക്ക് ഉൾപ്പെടെ ഉണ്ട്. അത് കാരണം കൊച്ചു കുട്ടികളൊക്കെ വളരെ ടെൻഷനാണ് എന്നൊക്കെ പറയാം. 3 വയസ്സുള്ള 5 വയസ്സുള്ള കൊച്ചൊക്കെ പറയാറുണ്ട് ഭയങ്കര ടെൻഷനാണെന്ന്. അപ്പോൾ നമുക്ക് ചിരി വരും, എന്താണ് രക്ഷ. പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ സ്ട്രെസ്സും ടെൻഷനും വളരെ വലുതാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്നവരും നമുക്ക് നമ്മുടെ പ്രശ്നം വലുതാണെന്ന് പറയുന്നത് പോലെ വലിയ ആൾക്ക് വലിയ പ്രശ്നം, ചെറിയ ആൾക്ക് ചെറിയ പ്രശ്നം. അപ്പോൾ നമ്മളെ എത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള സപ്പോർട്ട് വളരെ നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടുന്നതിൽ നിന്ന് കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ ആവശ്യമാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ ശ്രമിക്കാം. നമസ്കാരം.